പലരും നാച്ചുറൽ ആയിട്ടുള്ള പല വളങ്ങളും ചെടികൾക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ചാണകപ്പൊടിയും കമ്പോസ്റ്റ് എന്തിനായാലും ചെടികൾക്ക് നല്ല രീതിയിൽ വളം ചെയ്യാറുണ്ട്. അപ്പോൾ വേണ്ട പോഷകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചെടികൾ പൂടിയും കായ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന മീനിന്റെ തല നമ്മൾ ഇതുപോലെ ചട്ടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു വളമായിട്ട് മാറും. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. മീനിന്റെ ഈ ബാക്കിയുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് ചട്ടിയിൽ കുഴിച്ചിട്ട് ശേഷം അതിന് മുകളിൽ നമ്മൾ ചെടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ചെടി വളർന്നു വരികയും കൂടുതലായിട്ട് എനർജറ്റിക് ആയിട്ട് വളരുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം മീനിന്റെ വേസ്റ്റ് അത് നല്ലൊരു വളമാണ്. നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് അത് വളമാക്കി ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് കായുണ്ടാവാനും പൂക്കൾ വരാനൊക്കെ നല്ലൊരു വളമാണ് മീനിന്റെ വേസ്റ്റ്. അപ്പം പലർക്കും അറിയാം വീട്ടിൽ കറിവേപ്പൊക്കെ ഉണ്ടെങ്കിൽ മീൻ കഴുകി വെള്ളമൊക്കെ കറിവേപ്പിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നന്നായിട്ട് വളർച്ച വന്നിട്ട് കറിവേപ്പൊക്കെ നന്നായിട്ട് ഇലകളൊക്കെ വരുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പലരും ചെയ്യുന്നൊരു വിദ്യയാണത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾ മീൻ മുറിച്ച വേസ്റ്റ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ തലയായിക്കോട്ടെ വാലായിക്കോട്ടെ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ അതെടുത്തിട്ട് ചെടിച്ചട്ടിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലിട്ട് മൂടുക. കൂടാതെ നിങ്ങൾ മീൻ മുറിച്ച് വരുന്ന ബാക്കിയുള്ള വേസ്റ്റുകൾ ഉണ്ടല്ലോ അതും അതിലൊഴിക്കുക. എന്നിട്ട് ആ കുഴി നന്നായിട്ട് മൂടിയ ശേഷം അതിന്റെ മുകളിൽ എന്ത് പച്ചക്കറി തൈയാണോ ഉള്ളത് അത് നട്ടു നോക്കുക. ഇനി പച്ചക്കറി തൈ വേണ്ട, നമുക്ക് ചെടികൾ എന്തെങ്കിലും പൂടുന്ന ഏതെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ ആ പൂടുന്ന ചെടി അതിന്റെ മുകളിൽ ഒന്ന് നട്ടു നോക്കും. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെടി നന്നായിട്ട് പുഷ്ടിച്ച് മുകളിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഏകദേശം വളരെ പെട്ടെന്ന് സാധാരണ ഒരു ചെടി പൂടുന്നതിനേക്കാൾ കുറച്ച് മുൻപായിട്ട് തന്നെ ആ ചെടി പൂവിട്ട് നന്നായിട്ട് പൂക്കൾ തരും. നിങ്ങൾക്ക് ഏത് പൂടാത്ത ഏതെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാന്നുള്ളൂ. കൂടാത്ത ചെടികൾ ഉണ്ടെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിൽ ചെടിയുടെ വേരിന് ഡാമേജ് പറ്റാത്ത രീതിയിൽ നമ്മൾ ഒരു ചെറിയൊരു കുഴി എടുക്കുക. എന്നിട്ട് ആ കുഴിയിൽ നമ്മൾ ഇതുപോലെ ഈ വേസ്റ്റുകൾ ഇട്ട ശേഷം നന്നായിട്ട് മണ്ണിട്ട് മൂടാൻ നമ്മൾ ചെടി ചോട്ടിൽ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഈ കാക്കയും മറ്റു പക്ഷികളും പിന്നെ അതുപോലെ ഈ കോഴികളൊക്കെ വന്നിട്ട് ഒരുപാട് ശല്യം ചെയ്യാറുണ്ട്. അത് മാന്തി എടുക്കുകയും പിന്നെ കൊത്തിയെടുത്ത് കിണറ്റ് കൊണ്ടിടുന്ന ഒരു പ്രശ്നമൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ അത് ഭയങ്കരമായിട്ട് ദുർഗന്ധം ഉണ്ടാക്കുന്ന പ്രശ്നം വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് കുഴിയിട്ട് മൂടുക. വളരെയധികം ആഴത്തിൽ നിങ്ങൾ ഒരിക്കലും കുഴി ആക്കരുത്. ചട്ടിയിൽ ഒരു 5 സെന്റിമീറ്റർ താഴത്തിലേക്ക് കുഴിച്ചാൽ മതി. മൂടിയ ശേഷം നിങ്ങൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് നനച്ചിട്ട് നമ്മൾ അതിന്റെ വെള്ളം ചട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിൽ നമ്മൾ നനയ്ക്കരുത്. പലരും ചെയ്യുന്ന പ്രശ്നം വളമിട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് നനയ്ക്കും. അപ്പോൾ നനയ്ക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഓവറൊക്കെ ഉണ്ടെങ്കിൽ ഒഴുകിയിട്ട് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ഇതിന് സംഭവിക്കും. നമ്മൾ ഇത് കുഴിച്ചിട്ട് ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം അതിന് പുറത്തു പോകാത്ത രീതിയിലുള്ള ഒരു രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുക, ഒന്ന് കുടഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ കൊടുത്ത ശേഷം വെള്ളം ചട്ടി തന്നെ ഇരിക്കണം. ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഒലിച്ചു ഭാഗമുള്ള ഒരു ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ ഒഴിച്ച് ഒരാഴ്ച നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇതിനുള്ളിലെ മീനിന്റെ അവശിഷ്ടങ്ങളെല്ലാം ചീഞ്ഞളിഞ്ഞ് നല്ല പക്ക കമ്പോസ്റ്റ് ആയിട്ട് മാറും. ഇങ്ങനെ കമ്പോസ്റ്റായി മാറിക്കഴിയുമ്പോൾ ചെടികൾ അതെല്ലാം വലിച്ചെടുക്കാൻ പാകത്തിൽ ചെടികൾക്ക് പറ്റിയ രീതിയിൽ അതിലുള്ള മൂലങ്ങളൊക്കെ നൈട്രേറ്റും ഫോസ്ഫേറ്റും ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ മാറിക്കഴിഞ്ഞ ശേഷം ചെടികൾ നന്നായിട്ട് അത് പോഷകങ്ങൾ വലിച്ചെടുക്കും. കൂടാതെ വളരെ നല്ല രീതിയിൽ ചെടിയുടെ വളർച്ച കൈവരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതുപോലെ ചെടികൾക്ക് ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ ഓരോ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറും. കമ്പോസ്റ്റായി മാറുമ്പോൾ അത് ചെടികൾക്ക് കൂടുതൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും സാധിക്കും. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മഴക്കാലങ്ങളിൽ ഇത് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലങ്ങൾ നമ്മൾ ചട്ടികൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിന് ആ വളം പെട്ടെന്ന് മഴത്ത് പുറത്തേക്ക് തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഴയില്ലാത്ത സീസണുകളിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. ഇനി മഴക്കാലങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ചെടി ഓവറായിട്ട് മഴ കൊള്ളുന്ന രീതിയിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മഴ കൊള്ളുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വളമെല്ലാം പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച അത്ര ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ചെടിക്ക് ആ വലിച്ചെടുക്കാൻ പാകത്തിൽ അത് കമ്പോസ്റ്റ് ആയി വരുമ്പോഴേക്കും അതെല്ലാം ഒഴുകി പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കഴുകിയ വെള്ളം ഉണ്ടല്ലോ, മീൻ കഴുകിയ വെള്ളം നമ്മൾ ഒരിക്കലും പുറമേക്ക് ഒഴിവാക്കരുത്. അത് നമ്മൾ ചെടികൾക്കെല്ലാം ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ചോട്ടിൽ മീൻ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. ചെടികൾ കൂടുതൽ വളരാനും അതിന്റെ കമ്പു ഇലയൊക്കെ നന്നായിട്ട് വളരാൻ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലൊരു വളമാണ് മീൻ കഴുകിയ വെള്ളം. മീൻ കഴുകിയ വെള്ളമൊക്കെ ഇനി ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കാം. പലരും നമ്മുടെ ചാനൽ വന്നിട്ട് പറയാറുണ്ട് എന്റെ കരിവേപ്പ് നന്നായിട്ട് വളരുന്നില്ല, കരിവേപ്പ് ആകെ ഒരു മുരടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്, വർഷങ്ങളായി ഇതേപോലെ തന്നെ അവസ്ഥയിലാണ് പറഞ്ഞവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ചെയ്ത് നോക്കാം. നിങ്ങൾ കറിവേപ്പിന്റെ ചോട്ടിൽ ഇതുപോലെ മീൻ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ മീനിന്റെ തലയെല്ലാം മൂടി വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്ത് നോക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കറിവേപ്പ് വളരെ പെട്ടെന്ന് പൊങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഐഡിയ കൂടി ചെയ്യാം. നിങ്ങൾ ഇത് ചെയ്യുന്ന കൂടെ തന്നെ ഈ മീൻ തല കുഴിച്ചിടുന്ന കൂടെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത ശേഷം മൂടാം. എന്നിട്ട് നിങ്ങൾ ഒരു 3 ദിവസം കഞ്ഞിവെള്ളം കൂടി ഇതിന് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു താഴെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റം കുറച്ച് കൂടുതൽ നല്ലൊരു മാറ്റം കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചെടി പൂക്കാനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ നേരത്തെ ചീരയൊക്കെ ഇതുപോലെ കുഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചീര ഉണ്ടായി വരുന്നു പറഞ്ഞു. ചീര വളരെ പെട്ടെന്ന് നമ്മൾ വിളവെടുത്തിട്ടില്ലെങ്കിൽ ആ ചീര വളരെ പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്, വളരെ പെട്ടെന്ന് ബോൾട്ട് ചെയ്യും. അപ്പോൾ ചീരയ്ക്ക് കതിര് വന്നുള്ള അവസ്ഥ നമുക്ക് അറിയാലോ, ചില സോഫ്റ്റ്നെസ് ഒക്കെ മാറി ഒന്നുകൂടി ഫൈബർ കൂടും. അപ്പൊ നമുക്ക് ചീര തണ്ടെല്ലാം നാരുകളൊക്കെ വന്നോളും. ചീരയാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നെങ്കിൽ ചീര വളരെ പെട്ടെന്ന് കട്ട് തീർക്കുക. ചീര നമ്മൾ വളരെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചീര വളരെ പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റു ചെടികൾ വെച്ച് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് കൂടാനുള്ള ടെൻഡൻസി കാണിക്കും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ തക്കാളി ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ മറ്റ് പയറുകളായിക്കോട്ടെ, പയറിനൊക്കെ വളരെ നല്ലൊരു വളമാണിത്. കൂടാതെ മറ്റ് പൂച്ചെടികളായിക്കോട്ടെ, പൂച്ചെടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് കൂടാനുള്ള ടെൻഡൻസി ഇതിങ്ങനെ ചെയ്യുന്ന വഴി സാധിക്കും. കൂടാതെ നമ്മൾ നാച്ചുറലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കമ്പോസ്റ്റ് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വളം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.